ഹലോ നമസ്കാരം. ബിഗ് ബോസിന്റെ അവസാന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് കപ്പ് അനുമോള് തൂക്കി അല്ലേ. അപ്പോൾ എന്തായാലും അനീഷും അനുമോളും ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. അവസാനം കട്ടപ്പയുടെ വരുത്താണ് നമ്മുടെ അനീഷിൽ നിന്നും കപ്പ് അനുമോളിലേക്ക് കിട്ടാനുള്ള ഏക കാരണം. കാരണം പോയവരെല്ലാം റിട്ടേൺ വന്ന് അനുമോളെ എങ്ങനെ തകർക്കാം, ഇല്ലെങ്കിൽ അവർക്ക് എങ്ങനെ ബാഡ് ഇമേജ് ഉണ്ടാക്കാം എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം. അത് ശരിക്കും പാളിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. അത് ശരിക്കും പ്രശ്നമായത് അനീഷിനാണ്. അനീഷിന് നല്ലൊരു വോട്ടിംഗ് ഉണ്ടായിരുന്നു. അവസാന ഘട്ടത്തിലാണ് ഒരു 4% വ്യത്യാസം മാത്രമേ ഉണ്ടായപ്പോൾ. നമുക്കറിയാം 12ഉം 13ഉം വീക്കിൽ 4% വ്യത്യാസം മാത്രമേ അനുമോളും അനീഷുമായിട്ടുണ്ടായിരുന്നത്. അവസാന ഘട്ടത്തിൽ അത് 14% മാറണമെങ്കിൽ അതിന് വ്യക്തമായ കാരണം അനുമോളിലുള്ള സിമ്പതിയായിരുന്നു പ്രേക്ഷകർക്ക്. കാരണം അനുമോളെ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തി. ശരിക്കും ഈ കട്ടപ്പ നമുക്കറിയാം അവസാനം ഈ ശൈത്യയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇത്ര വീക്ക് ഒന്നിച്ച് ഓള് കുറച്ച് നിന്നതാണെങ്കിലും എല്ലാവരും ഒരു കുടുംബാംഗങ്ങളെ പോലെ കഴിഞ്ഞ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ഒരു വിന്നറാവുമ്പോൾ ഒരു സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഒരു മാനസിക പരിഗണനയാണ്. അതുപോലും ചെയ്യാതെ ശൈത്യ എന്താണ് അവളുടെ ഒരു വിചാരം എന്ന് പറയുന്നത്. അന്ന് മുമ്പ് തന്നെ അറിയാം നമുക്ക് കൃത്യമായിട്ട് അവളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു അമ്മയും മോളുമായിട്ടുള്ള ഒരു റിയാലിറ്റി ഷോയിൽ വിന്നറായപ്പോൾ പ്രൈസ് മേടിക്കാതെ 5ാം സ്ഥാനം എന്തോ കിട്ടിയെന്ന് പറഞ്ഞിട്ട് പ്രൈസ് വാങ്ങാതെ പോയ ഒരു വ്യക്തിയാണ് ഈ ശൈത്യ. എന്നിരിക്കും പിന്നെ ബിഗ് ബോസിൽ ഇത് ചെയ്യുന്നത് വലിയ സംഭവമല്ല. സ്വന്തം മത്സരാർത്ഥി വിജയിച്ചപ്പോൾ ഒന്ന് എണിച്ച് കൈയടിക്കാൻ പോലും പറ്റാത്ത എന്ത് ക്വാളിറ്റിയാണ് ശൈത്യക്കുള്ളത്. ഒരു ക്വാളിറ്റിയും ഇല്ലാത്തൊരു കുട്ടിയാണ്. കുഴപ്പമില്ല, എന്തായാലും അവളുടെ സപ്പോർട്ടൊന്നും ശൈത്യക്ക് ആവശ്യമില്ല. കാരണം ശൈത്യ എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും പ്രേക്ഷകർക്ക് എന്തായാലും പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞു PR-ൻ്റെ ബലത്തിലാണ് അനുമോൾ വിജയിച്ചെന്ന്. അങ്ങനെ ഒന്നുമില്ല. ഒരു PR വിചാരിച്ചാൽ ഒരു വ്യക്തിയെ വിജയിപ്പിക്കാനൊന്നും പറ്റില്ല. കാരണം പ്രേക്ഷകരാണ് വോട്ട് കൊടുക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു 10ാമത്തെ ആഴ്ച ഷാനവാസിക്കാണ് ഏറ്റവും മുകളിലുണ്ടായത്. അപ്പോൾ അത് PR-ൻ്റെ ബലത്തിലാണോ മുകളിൽ കയറിയത്? അതൊക്കെ വെറുതെയാണ്. ഒരു പ്രേക്ഷകൻ അവരുടെ കണ്ടന്റും കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ ഗെയിം സ്ട്രാറ്റജി അനുസരിച്ചിട്ടാണ് ഒരാൾക്ക് വോട്ട് ഇടുന്നത്. അല്ലാതെ PR കുറച്ചുകൂടി അവർക്ക് കുറച്ചുകൂടി ഇതാക്കി കൊടുക്കും എന്നുള്ളത് മാത്രമാണ്. ചില സോഷ്യൽ മീഡിയ മെസ്സേജുകൾ കാണുമ്പോൾ ചിലപ്പോൾ അനുമോൾ അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ അനീഷ് ഇങ്ങനെ ആയിരിക്കും, അങ്ങനെയൊക്കെ വിചാരിച്ച് ചിലപ്പോൾ കുറച്ച് വോട്ടുകളൊക്കെ PR-ൻ്റെ കെയർഫിൽ കിട്ടും എന്നല്ലാണ്ട് PR-നൊന്നും ഇതിൽ വലിയൊരു വാല്യൂ ഉണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും 7ൻ്റെ പണി നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു. അങ്ങനെ ബിഗ് ബോസ് എന്ന ഒരു വലിയ റിയാലിറ്റി ഷോ ഇന്നലെയൊക്കെ അവസാനിച്ചു. അപ്പോൾ നമ്മളും കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഏകദേശം എല്ലാം ഞങ്ങൾ പറഞ്ഞെല്ലാം ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവസാന ഘട്ടത്തിലും അനീഷും അനുമോളും ഇഞ്ചോടിഞ്ച് പോരാട്ടം ഉണ്ടായതും നമ്മൾ കൃത്യ ഒരു അപ്ഡേഷൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇതുവരെ നമ്മളെ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓരോ ചർച്ചകൾക്കും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇനിയിപ്പോൾ എയർപോർട്ടിൽ എത്തുമ്പോൾ അറിയാം. ഇന്ന് 5 മണിക്കെന്ന് തോന്നുന്നു എത്തുന്നത്. അനുമോൾ എത്തുന്ന 5 മണിക്കെന്ന് തോന്നുന്നു. എല്ലാവരും ഒന്നിച്ചെത്താൻ സാധ്യത കുറവാണ്. എല്ലാവരും വേറെ വേറെ ഫ്ലൈറ്റിലായിരിക്കും. കുറച്ച് പേര് ഒന്നിച്ചുണ്ടാവും. എന്തായാലും അനുമോളെ പലരും ടാർഗറ്റ് ചെയ്തെങ്കിലും അനുമോൾ അതിലൊന്നും വീഴാതെ ഒരു ഒറ്റയാൾ പോരാട്ടം തന്നെ വേണമെങ്കിൽ പറയാം അവസാന ഘട്ടത്തിൽ ചെയ്തത്. എന്തായാലും അനീഷിന് വിഷമിക്കേണ്ടതില്ല. ഒരു കോമണറായിട്ട് അനീഷ് വന്ന് ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അനീഷിൻ്റെ കൂടി വിജയമാണ്. പിന്നെ ഇതിൽ ഓരോ മത്സരാർത്ഥികളും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ നമുക്കറിയാം ഷാനവാസിക്കായാലും ഒരു നല്ലൊരു ഗെയിമറാണ്. അതുപോലെ അക്ബറായാലും നിവിനായാലും എല്ലാവരും ഈ ടോപ്പ് 5 എന്ന് പറയുന്ന ഏറ്റവും സൂപ്പർ മത്സരാർത്ഥികളായിരുന്നു. അതുപോലെ നോറ നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു. അത് അവസാന ഘട്ടത്തിൽ ആ ഒരു പ്രശ്നം കാരണമാണ്. അല്ലെങ്കിൽ നിവിനായിരിക്കും, ചിലപ്പോൾ അക്ബറായിരിക്കും പുറത്തു പോകേണ്ടിയിരുന്നത്. എന്തായാലും കുഴപ്പമില്ല, എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഗെയിം കളിച്ചു. നല്ലൊരു വീക്ക് ഈ സീസൺ 7 നല്ലൊരു ഇതായിരുന്നു. കാരണം
ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മത്സരമായിരുന്നു. അല്ലെങ്കിൽ അവസാന ഘട്ടത്തിൽ ഒരാൾ എന്തായാലും ഇയാളായിരിക്കും വിജയിന് മുമ്പ് തന്നെ അറിയായിരുന്നു. ഇത് നമുക്ക് ആ കപ്പ് മോഹൻലാൽ കൈ ഉയർത്തുന്നവരെ അനുമോളാണോ അനീഷാണോ എന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയായി. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു നിമിഷമായിരുന്നു. എന്തായാലും ഇനിയും നല്ല നല്ല റിയാലിറ്റി ഷോകൾ ഉണ്ടാവട്ടെ. ഇനി 8ൻ്റെ പണി എപ്പോൾ വരുമെന്ന് നമുക്ക് കാണാം. എന്തായാലും ഇപ്പോൾ ഐഡിയ സ്റ്റാർ സിംഗർ തുടങ്ങി, ഇനി അത് കഴിഞ്ഞപാട് വീണ്ടും ഒരു സീസൺ ഉണ്ടാവും, 8ാമത്തെ സീസൺ. അതുവരെയൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിനിടയ്ക്ക് നമ്മൾ വേറെ വീഡിയോ ആയിട്ട് നമ്മളെന്തായാലും വരും. നമുക്ക് ഈ ബിഗ് ബോസ് അല്ലല്ലോ വരുമാനം തരുന്നത്. അപ്പോൾ നമുക്കെന്തായാലും വേറൊരു വീഡിയോ ആയിട്ട് ഇനി മുന്നോട്ട് വരാം. എന്തായാലും അത് എന്തായിരിക്കും എന്നുള്ളത് മുൻകൂട്ടി അറിയിക്കും. മിക്കവാറും ചെറിയ ചെറിയ ഈ ഷോർട്സ് ഞാനിപ്പോൾ ഓൾറെഡി ചെയ്തുകൊണ്ടുണ്ട്. അപ്പോൾ മുന്നോട്ട് ഇതേ നമുക്കറിയാം പരിമിതികളുണ്ട്. മൊബൈലിലാണ് ചെയ്യുന്നത്, മൊബൈലിൽ തന്നെയാണ് എഡിറ്റിംഗ് ചെയ്യുന്നത്, മൊബൈലിൽ തന്നെയാണ് മ്യൂസിക്കും എല്ലാം. മൊബൈലിലുള്ള ഒരു ടെക്നിക്കൽ വേറൊന്നും യൂസ് ചെയ്യാതെ 0 ബഡ്ജറ്റിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവാം. നമ്മൾ സാധാരണ ഫോണിൽ തന്നെയാണ് ചെയ്യുന്നത്, ഐഫോണൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പ്രേക്ഷകർ സപ്പോർട്ട് തരിക. ചെറിയ ചെറിയ ഷോർട്ട് ഫിലിം പോലെ ഓരോ 2 മിനിറ്റോ 3 മിനിറ്റോ ഉള്ള ഷോർട്ട് ഫിലിം പോലെ എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പുണ്ട്. നല്ല ടീം എനിക്കുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കാമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ എന്തായാലും സമയം കിട്ടുമ്പോഴെല്ലാം നമുക്ക് ഒന്നാമത് വർക്കെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരങ്ങളിലോ ഞായറാഴ്ച മാത്രമേ സമയമുള്ളൂ. അപ്പോൾ ആ സമയങ്ങളിൽ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസ് അത് എല്ലാം മൊബൈലിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ട് നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിച്ച് നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ.